ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഡെയിലി ട്രാവൽ ബ്ലോഗ് തന്നെയായ നമുക്ക് ബോറടിക്കത്തില്ലേ? ഇന്ന് നമുക്കൊരു പ്രവാസി ചിക്കൻ കെട്ടിയോൻ കറി ആയാലും സൂപ്പറായിരിക്കും. ചിക്കൻ കറി ഉണ്ടാലും. അതെ ഫ്രണ്ട്സ്, നമ്മുടെ പ്രവാസിയായ കെട്ടിയോന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയിലോട്ടാട്ടോ നമ്മൾ പോണത്. ഓടിച്ചിട്ട് നമ്മൾ കോഴിനെ പിടിച്ച് വെട്ടിയതല്ല. സൂപ്പർ മാർക്കറ്റിലിരിക്കുന്ന കോഴിനെ നമ്മൾ കണ്ടം തുണ്ടം വെട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തൈരും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി അങ്ങ് വെച്ചു. പിന്നെ നമ്മളൊരു നാളെ സവാള എടുത്ത് സവാള ഗിരിഗിരിയായിട്ട് അരിഞ്ഞങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് സവാളയ്ക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ച് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കണ്ടം തുണ്ടം വെട്ടി. ഗ്യാസ് കത്തിച്ച് കളയല്ലേ, ഗ്യാസ് അമൂല്യമാണ്. പക്ഷെ അത് നാട്ടില്, ഇവിടെ നമുക്ക് ഗ്യാസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഒരു ഉരുളി വെച്ച് അതിനകത്തൊരു കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിനെയും ജീരകത്തിനെയും തമ്മിലടുപ്പിച്ച് പിന്നെ നമ്മൾ സവാള ഗിരിഗിരിയാക്കിയ സവാള ഇട്ട് ഇച്ചിരി ഉപ്പും കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ പിന്നെയും അതിനെ തമ്മിൽ യോജിപ്പിച്ചു. പിന്നെ സവാളയ്ക്ക് വിഷമാവാതിരിക്കാൻ കണ്ടം തുണ്ടം വെട്ടി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് വീണ്ടും അവരെ തമ്മിൽ അടിപ്പിച്ചു. അങ്ങനെ ആ തമ്മിലടിയുടെ അവസാനം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും ഒരു ഇച്ചിരി ഗരം മസാല ഇട്ട് നമ്മൾ പിന്നെയും അവരെ തമ്മിൽ അടിപ്പിച്ചു. ഈ ഇത്തിരി അളവ് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ, കാരണം ഞാനല്ല, എന്റെ കെട്ടിയോനാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് കൂട്ടായെന്ന് നമുക്ക് മനസ്സിലാവുന്ന ആ സമയമുണ്ടല്ലോ, അധികം വൈകിക്കാതെ തന്നെ അടുത്ത ആളെ ഇട്ട് കൊടുത്ത് നമ്മൾ അങ്ങ് ഇളക്കിയെടുക്കണം. നമുക്ക് ഇതിനകത്ത് എന്തോ ഒരു അപാകത തോന്നുന്നുണ്ട്. എന്താണെന്നറിയോ? തക്കാളി എടുത്തു വെച്ചു, പക്ഷെ തക്കാളി ഇടാൻ മറന്നുപോയി. ലാസ്റ്റ് എന്ത് ചെയ്തു? അതങ്ങ് ജാറിലിട്ട് അങ്ങ് ജ്യൂസാക്കി അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു. ആ തിളയും മണവും അങ്ങ് വരുമ്പോ ഉണ്ടല്ലോ, പരിസരത്തുള്ള കറികളൊന്നും നമുക്ക് കണ്ണി പിടിക്കത്തില്ല. ഈ ചിക്കൻ കറിയിൽ മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കും. എനിക്ക് എന്തായാലും ரொம்ப പിടിച്ചു. നിങ്ങളും ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്തുണ്ടാക്കി നോക്ക്. മസാലകളിലല്ല, ഷെയറിങ്ങിലാണ് കറിയുടെ രുചി ഉണ്ടാകുന്നത്. ബൈ.